പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേച്ചർ ലൈഫ് ടി വിയിലേക്ക് സ്വാഗതം. തിലകം ചാർത്തി അല്ല, ഇപ്പം ആരാ തിലകം ചാർത്തനെ? അത് മാറ്റേണ്ട സമയം വളരെയായി. ഹെയർ ഡൈ പൂശി ചിവിയുമഴകായി പല നാൾ പോറ്റിയ പുണ്യശിരസേ. ഹെയർ ഡൈ പൂശി ചിവിയുമഴകായി പല നാൾ പോറ്റിയ പുണ്യശിരസേ. ഉലകം വെല്ലാൻ ഉഴറിയ നീയോ വില പിടിയാത്തൊരു തലയോടായി. ഉലകം വെല്ലാൻ ഉഴറിയ നീയോ വില പിടിയാത്തൊരു തലയോടായി. ആത്മവിദ്യാലയമേ അവനീലാത്മവിദ്യാലയമേ. അർത്ഥം മനസ്സിലാക്കാത്തവരും പാട്ട് കേൾക്കാത്തവരും അർത്ഥമറിയാതെ പാട്ട് കേട്ടവരും ഒന്നുകൂടെയൊക്കെ ഒന്ന് കേട്ട് അർത്ഥം മനസ്സിലാക്കേണ്ട ഒരു പാട്ടാണ്. ഹരിചന്ദ്ര എന്ന പേരിൽ ഇറങ്ങിയ 1955 ഇറങ്ങിയ മലയാള സിനിമയിലെ പാട്ടാണത്. തിരുനയിലാർ കുറിച്ചി മാധവൻ നായർ തിരുവനന്തപുരത്ത് ഒരു ഗാന നൃത്ത സന്ധ്യയുടെ പ്രത്യേക പരിപാടിയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യാനാണ് ഞാനിപ്പോൾ ലൈവിൽ വന്നിട്ടുള്ളത്. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 14 വെള്ളിയാഴ്ച വൈകിട്ട് 5:30 മണിക്ക് കനകക്കുന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ റിഗറ്റയുടെ നർത്തകിമാർ നൃത്തസന്ധ്യ ഒരുക്കുന്നു. അനശ്വര ഗായികയായിരുന്ന എസ് ജാനകി അമ്മയുടെ സ്മരണയ്ക്കായി വളരെ പ്രഗത്ഭരായ ഗായകരുടെ ഗാനപരിപാടിയുമുണ്ട്. സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ആഘോഷ പരിപാടികളുടെ ഭാഗമായി കേരള ഗാന്ധി സ്മാരക നിധിയും ഐ ഭാരതും കൂടെ ചേർന്ന് സംഘടിപ്പിക്കുന്ന ഈ വിശിഷ്ടമായ പരിപാടിയിലേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല മുഖ്യ അതിഥിയാകും. നിങ്ങളും വരണം, ഈ പരിപാടി വമ്പിച്ച വിജയമാക്കണം. നമ്മുടെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനം സമുചിതമായി ആചരിക്കാൻ നമുക്കൊന്നിച്ചു ചേരാം. ഹരിചന്ദ്ര എന്ന പേരിൽ ഇറങ്ങിയ 1955 ഇറങ്ങിയ മലയാള സിനിമയിലെ പാട്ടാണത്. തിരുനയിലാർ കുറിച്ചി മാധവൻ നായരാണ് ആ പാട്ട് എഴുതിയത്. ബ്രദർ ലക്ഷ്മണനാണ് സംഗീതം നൽകിയത്. പാടിയത് കമുകറ പുരുഷോത്തമനാണ്. ഹരിചന്ദ്രനായി തിക്കുറിശി സുകുമാരൻ നായർ അഭിനയിക്കുന്നു. മലയാളത്തിലെ ഏറ്റവും മികച്ച തത്വചിന്താപരമായ ഗാനങ്ങളിൽ ഇന്നും ഉയർന്നു നിൽക്കുന്ന ഒരു പാട്ടാണിത്. അത് തിലകം ചാർത്തി എന്നുള്ളതായിരുന്നെങ്കിലും ഹെയർ ഡൈ പൂശി എന്ന് ഞാൻ മാറ്റിയത് കാലാനുസൃതമായ ഒരു മാറ്റം വരുത്തിയെന്ന് കരുതിയാൽ മതി. ഇപ്പോഴിതിങ്ങനെ പറയാനൊരു കാരണമുണ്ട്. ഇന്ത്യയുടെ ഡ്രഗ് കൺട്രോളർ ജനറൽ ഒരു ഉത്തരവിറക്കിയിരിക്കുകയാണ്. കർശനമായ ചില നിയന്ത്രണങ്ങൾ വെച്ചിരിക്കുന്നു ഹെയർ ഡൈ ഉണ്ടാക്കി വെക്കുന്നതിൽ. ഈ ഹെയർ ഡൈയിലുള്ള രാസവിഷങ്ങൾ, അതുണ്ടാക്കുന്ന അലർജിക് റിയാക്ഷനുകൾ, ത്വക്കിലുണ്ടാക്കുന്ന അസ്വസ്ഥതകൾ, രോഗങ്ങൾ, തലയോട്ടിയിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം വളരെ കൂടുതലാണ്, ഗുരുതരമാണ് എന്നുള്ളത് കൊണ്ടാണ് ഡ്രഗ് കൺട്രോളർ ജനറൽ ഈ ഹെയർ ഡൈയുടെ നിർമ്മാണത്തിൽ, വിപണനത്തിൽ കുറേ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്, നിബന്ധനകൾ കൊണ്ടുവന്നിട്ടുള്ളത്. എൻ്റെ ഡ്രഗ് കൺട്രോളർ ജനറലെ, ഇപ്പോഴെങ്കിലും താങ്കൾക്ക് ഇതൊക്കെ തോന്നിയല്ലോ. എത്രയോ കൊല്ലമായി ഞാനിത് പറയുന്നത്. ഞാൻ എത്രയോ പേർക്കാണ് ഹെയർ ഡൈ ക്യാൻസർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗങ്ങളിലൊക്കെയാണ് ഹെയർ ഡൈ കൂടുതൽ ഉപയോഗിക്കുന്നവർക്ക് ക്യാൻസർ കാണുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട സുകുമാർ അഴീക്കോട് സാറിന് ഒരിക്കൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സാറിൻ്റെ ചുണ്ടിൽ നല്ല കറുപ്പ് കണ്ടു. സാറ് ഹെയർ ഡൈ ഉപയോഗിക്കുമായിരുന്നു. ഇതാ ഹെയർ ഡൈയുടേതാണല്ലോ, ത്വക്കിലൂടെ ഉള്ളിലൂടെ ഇറങ്ങിയതാണല്ലോ എന്ന് എനിക്കന്ന് തോന്നി.
അതും കഴിഞ്ഞ് 2 കൊല്ലം കഴിയുമ്പോഴാണ് സാറിൻ്റെ താടിയെല്ലിൻ്റെ ഭാഗത്ത് ക്യാൻസറാണെന്നുള്ളത് അറിയുന്നതും. ആ സമയം തുടങ്ങി എൻ്റെ മനസ്സിൽ ഹെയർ ഡൈ ക്യാൻസർ ഉണ്ടാക്കുമോ എന്നുള്ള തെളിവില്ലല്ലോ. അതിനുശേഷം നിരവധി ആളുകളിൽ ഹെയർ ഡൈ ഉപയോഗിക്കുന്നവരിൽ താടിയുടെ ഭാഗത്ത്, കഴുത്തിൻ്റെ ഭാഗത്തെല്ലാം ക്യാൻസർ കണ്ടപ്പോൾ എനിക്കേതാണ്ട് ബോധ്യമായി. പക്ഷേ എനിക്കങ്ങനെ ബോധ്യം വന്നതുകൊണ്ട് ഇത് ഹെയർ ഡൈ ഉണ്ടാക്കുന്ന ക്യാൻസറാണെന്ന് അങ്ങനെ പറയാനും പറ്റില്ലല്ലോ. പിന്നീട് ഹെയർ ഡൈയിൽ ചേർക്കുന്ന കെമിക്കലുകളെക്കുറിച്ച് കൂടെ അന്വേഷിച്ചപ്പോൾ ക്യാൻസർകാരികളാണ്, തിലകം ചാർത്തി എന്നതിന് പകരം ഹെയർ ഡൈ പൂശി എന്നൊക്കെ പറയേണ്ട ഒരു അവസ്ഥ തന്നെയാണ് എന്ന് മനസ്സിലായി. അതിൽ ഡ്രഗ് കൺട്രോളർ ജനറൽ പറഞ്ഞിട്ടുള്ളത് ഹെയർ ഡൈയിൽ ചേർക്കുന്ന PPD, അതെന്താണ് ഈ PPD? ഫിനൈൽ നിഡിയാമിൻ, അത് 2% കൂടാൻ പാടില്ല. അപകടകാരിയാണ്, ക്യാൻസർകാരിയാണ്. 2%. സർക്കാരിന് അത്രയൊക്കെ പറ്റുള്ളൂ. വിവേകമുള്ളവർ ഈ 2%-ൻ്റെയും പുറകെ പോവരുത്. പാച്ച് ടെസ്റ്റ് മുന്നറിയിപ്പ് ഈ ലേബലിൽ ഉണ്ടായിരിക്കണം. എന്താണ് ഈ പാച്ച് ടെസ്റ്റ് മുന്നറിയിപ്പ്? ഹെയർ ഡൈ ഉപയോഗിക്കുന്നതിന് മുമ്പ് തൊലിയിലൊന്ന് പുരട്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം, പരീക്ഷിച്ച് നോക്കണം. കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ ഇത് ഉപയോഗിക്കാവൂ. അത് ഒരു 24 മണിക്കൂർ 48 മണിക്കൂറിനൊക്കെ മുമ്പ് അതുവരെ വെയിറ്റ് ചെയ്യണം. അത്രയും നേരം പുരട്ടിയിട്ട് അവിടെ കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ മാത്രമേ, കവിളിലൊന്നും പുരട്ടരുത് കേട്ടോ. അത് പാക്കറ്റിൽ വ്യക്തമായി എഴുതിയിരിക്കണം. പിന്നെ കർശനമായ ഒരു നിരോധനമുണ്ട്. ലെഡ്, മെർക്കുറി ഇങ്ങനെയുള്ള വിഷാംശങ്ങളുള്ള ലോഹാംശങ്ങൾ ചേർത്ത് ഹെയർ ഡൈ ഉണ്ടാക്കുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേവരെ ഇതൊക്കെ ഉപയോഗിച്ച് ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കാമായിരുന്നു, വിൽക്കാമായിരുന്നു, വിറ്റുകൊണ്ടേയിരുന്നതാണ്. അതൊക്കെ ഉപയോഗിച്ച് ക്യാൻസർ വന്നവരെന്ത് ചെയ്യണം? അതിന് നമ്മുടെ കോട്ടയത്തുകാരൻ ജോജോ പറഞ്ഞിട്ടുണ്ട്. ഈയിടക്ക് ഒരു വീഡിയോ പഹയൻ ഇറക്കിയിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടന കുറേ ഇംഗ്ലീഷ് മരുന്നുകളെ ക്യാൻസർ ലിസ്റ്റിൽ പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് തന്നെ ഉപയോഗിച്ചോ. ഞാനൊരു ക്യാൻസർ ഡോക്ടറാണ്, എനിക്ക് കൂടുതൽ പേഷ്യൻറ്റിനെ കിട്ടണമെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ധൈര്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. അതുപോലെയാണ് ആ പഹയൻ. അയാൾ എന്തൊരു വളച്ചു കെട്ടി ഒടിച്ചു മുടക്കി ആളുകളെ രക്ഷപ്പെടാൻ അനുവദിക്കാത്ത രീതിയിലാണ് പറയുന്നത്. ഏതായാലും ഹെയർ ഡൈകൾ ക്യാൻസർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഉപയോഗിച്ച എല്ലാവർക്കും ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടില്ല. ഉപയോഗിച്ചവർക്കെല്ലാവർക്കും ഇനിയും ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ കുറച്ച് ആളുകൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നന്നായി വെള്ളം കുടിച്ച് കുക്കുംബർ ജ്യൂസ്, ബനാന ട്രങ്ക് ജ്യൂസ്, വാഴപ്പിണ്ടി ജ്യൂസ്, കുമ്പളങ്ങ ജ്യൂസ്, ചൊരക്ക ജ്യൂസ്, ധാരാളം പഴങ്ങൾ, പച്ചക്കറികളെല്ലാം കഴിച്ചും കരിക്കും വെള്ളം കുടിച്ചും പച്ചവെള്ളം കൂടുതൽ കുടിച്ചും ഒക്കെ ഈ വിഷാംശങ്ങൾ ശരീരത്തിൽ നിന്ന് കളയാനുള്ള സഹായം ചെയ്താൽ രക്ഷപ്പെടാം. സൗന്ദര്യത്തിന് വേണ്ടി ചെറുപ്പക്കാരിൽ നിന്ന് യൗവനം കട്ടെടുക്കാൻ വേണ്ടി ഇതൊക്കെ തേച്ച് വല്ല കാര്യമുണ്ടോ? ഈ റിസ്ക് എടുക്കണോ? ഒന്നും വരില്ലായിരിക്കാം, പക്ഷെ വരുന്നവരുണ്ട്. അത് ചെറിയ എണ്ണമൊന്നുമല്ല. പിന്നെ ഹെയർ ഡൈ ഉപയോഗിക്കുന്നവർ ഇത് പുരട്ടുമ്പോൾ തുറസായ സ്ഥലത്തിരിക്കണം, വെന്റിലേഷനൊക്കെ നന്നായിട്ടുള്ളിടത്തിരിക്കണം. ഉടനെ നന്നായി തന്നെ കഴുകി ഉള്ളിലേക്കൊക്കെ പോകാത്ത രീതിയിലാക്കണം. അങ്ങനെയൊക്കെ കുറേ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കഴിയുന്നതും ഹെയർ ഡൈ ചെയ്യണ്ട. എന്ത് കാര്യത്തിനാണ്? പിന്നെ ചില ഓഫീസുകളിലൊക്കെ ഇരിക്കുന്നവരുണ്ട്, അവിടെ കയറി വരുന്ന ആളുകൾ നരച്ച് ഒരാൾ ഇരിക്കുന്നു എന്ന് പറയുന്നത് അത്ര അങ്ങോട്ട് അപ്പീലിംഗ് ആവില്ല. ഇത് ചെയ്യാതെ നിവൃത്തിയില്ലാത്ത കുറച്ച് ആളുകൾ പ്രൊഫഷണലായിട്ടുണ്ട്. ഒന്നാമത്തെ ഇപ്പോൾ പ്രായം ചെല്ലുന്നവരെയൊക്കെ IT കമ്പനികളും മറ്റു കമ്പനികളൊക്കെ ചവിട്ടി പുറത്താക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നിവൃത്തിയില്ലാത്തൊരവസ്ഥയിൽ ചെയ്യുന്നവരുണ്ട്. അവർ ഹോമിയോ ഹെയർ ഡൈകളുണ്ട്, ആയുർവേദ ഹെയർ ഡൈകളുണ്ട്. അത് കണ്ടുപിടിക്കണം.
അതേ ഉപയോഗിക്കാവൂ. അങ്ങനെ അല്പം വിവേകമെങ്കിലും കാണിക്കാൻ തയ്യാറാവണം. കഴിയുന്നത്ര ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യണം. ആരെങ്കിലുമൊക്കെ രക്ഷപ്പെടുമെങ്കിൽ രക്ഷപ്പെടട്ടെ. നമ്മുടെ കടമ നമുക്ക് ചെയ്യാം. നേച്ചർ ലൈഫ് TV സബ്സ്ക്രൈബ് ചെയ്യണം, കൂടുതൽ ആളുകളിലേക്ക് നൽകണം. ഈ TV-യുടെ ചാനലിൽ നിന്ന് ഞങ്ങൾ വരുമാനമൊന്നും ഉണ്ടാക്കുന്നില്ല. അവരിടുന്ന പരസ്യങ്ങൾ പലതും ജനങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതല്ലാത്തതുകൊണ്ട് അവർ തരുന്ന കാശ് വേണ്ടാന്ന് വെച്ചിട്ടുള്ളതാണ്. നിങ്ങളുടെ അനുഭവങ്ങൾ എഴുതണം. നന്ദി, നമസ്കാരം.